ഹലോ, നല്ല നമസ്കാരം. നിവിൻ പോളി നായകനായി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവം മായ സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു വിശകലനമാണ്. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് സ്പോയിലർ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സിനിമ കാണാത്തവർ കണ്ടതിന് ശേഷം വിശകലനം കാണുന്നതാണ് നല്ലത്. OTTയിൽ 30-ാം തീയതി റിലീസാവുന്നുണ്ട്. മായയുടെ യഥാർത്ഥ കാമുകൻ ആരാണ്? പ്രഭേന്ദുവാണോ യഥാർത്ഥ കാമുകൻ? മായയുടെ ഏകപക്ഷീയമായിട്ടുള്ള പ്രണയമായിരുന്നോ? അതല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രഭേന്ദു അവളെ തിരിച്ചറിഞ്ഞില്ല? മായ ജീവിച്ചിരുന്നപ്പോൾ പ്രഭേന്ദുവിനെ പ്രണയിച്ചിരുന്നുവോ? മായയുടെ മരണം കൊലപാതകമാണോ അതോ ആക്സിഡൻ്റ് ആണോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇതിൽ തേടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥയെക്കുറിച്ച് പറയാം. ഈ സിനിമ പരമ്പരാഗതമായിട്ടുള്ള നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ച പ്രഭേന്ദു 19 വയസ്സുവരെ പൂജാകർമ്മങ്ങൾ പഠിച്ച് പിന്നീട് ഒരു നിരീശ്വരവാദിയായി മാറുകയും ഇലക്ട്രിക് ഗിറ്റാറുമായി ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഒരു യുവാവ്. ഒരു ഗാനമേള ട്രൂപ്പിൽ ഗിറ്റാർ വായിക്കുന്ന പ്രഭേന്ദു തൻ്റെ മ്യൂസിക് ഗ്രൂപ്പിനോടൊപ്പം വിദേശത്തേക്ക് പോകാൻ വിസ ലഭിക്കാത്തതിനെ തുടർന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ചില സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കസിനായിട്ടുള്ള രൂപേഷിനോടൊപ്പം പൂജകളിൽ സഹായിക്കാൻ കൂടുകയാണ്. അപ്പോഴും പൂജകൾ അദ്ദേഹത്തിന് ഒരു തൊഴിലായി മാത്രമാണ് ഉള്ളത്, പിന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ട്. പാലക്കാട്ടുള്ള ഒരു വക്കീലിൻ്റെ മകനെ അവിനാശ് എന്ന് പറയുന്ന കുട്ടിയുടെ ദേഹത്തെ ബാധ ഒഴിപ്പിക്കുന്നതിനിടയിൽ ഒരു പെൺകുട്ടിയുടെ ആത്മാവ് നിവിൻ പോളിയുടെ ശരീരത്തേക്ക് കയറുന്നു. അവളെ അദ്ദേഹത്തിന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. തൻ്റെ ഭൂതകാലം മറന്നുപോയ അവളെ ഡിലൂഷു എന്ന് പറയുന്ന ജൻസി പേരുള്ള പ്രയോഗമുള്ള ഡിലു എന്ന് അദ്ദേഹം വിളിക്കുകയാണ്. അവളുടെ ഓർമ്മയില്ലാത്ത ആ പെൺകുട്ടി നിവിൻ പോളിയെ ഹോളിവുഡിൽ സംഗീതത്തിന് സഹായിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ പിന്നെ ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് നിവിൻ പോളിയുടെ കഥാപാത്രത്തിന് പ്രണയമുണ്ടാകുന്നു. മൊത്തത്തിൽ പിന്നെ ഈ ഡിലു എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരുപാട് ഈഗോ ഉണ്ടാകുന്നു. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പോസസീവ്നെസ് ഉണ്ടാവുകയും അവിടെ നിന്ന് പഴയ കാലങ്ങൾ എന്താണ് എന്നുള്ളത് ഓർമ്മ വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഇതാണല്ലോ കഥ. അപ്പോൾ മായയുടെ കാമുകൻ ആരാണ്? മായയുടെ ഭൂതകാല കാമുകൻ എന്ന് പറയുന്നത് സിനിമയുടെ ഫ്ലാഷ് ബാക്ക് ദൃശ്യങ്ങൾ അനുസരിച്ചിട്ട് മായ കോളേജിൽ പഠിക്കുമ്പോൾ തൻ്റെ ഒരു സീനിയറെ പ്രണയിച്ചിരുന്നു. ഇദ്ദേഹത്തെ കാണാനും പ്രപ്പോസ് ചെയ്യുവാനും പോകുന്ന വഴിക്കാണ് അവൾക്ക് അപകടം സംഭവിക്കുന്നത്. എന്നാൽ ആ കാമുകൻ ആരാണെന്നോ അദ്ദേഹത്തിൻ്റെ പേര് സിനിമയിൽ ഒരിടത്തും മെൻഷൻ ചെയ്യുന്നില്ല. താടിയുള്ള തന്നേക്കാൾ പ്രായമുള്ള ഒരു ഹിന്ദുവായിട്ടുള്ള യുവാവാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട ആൾ എന്ന് മായ തൻ്റെ മാതാപിതാക്കളോട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭേന്ദുവും മായയും സിനിമയുടെ അവസാന ഭാഗത്ത് മായയുടെ വീട്ടിലെത്തുന്ന പ്രഭേന്ദുവിനോട് അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്, മായ ഇഷ്ടപ്പെട്ടിരുന്ന ആൾ നിങ്ങളാണോ എന്ന്. പ്രഭേന്ദു ഇതിന് അതെ എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് 2 വ്യാഖ്യാനങ്ങളാണ് ഉള്ളത്. മോക്ഷത്തിനായുള്ള കള്ളം പറച്ചിൽ, മായയുടെ അച്ഛനമ്മമാർക്ക് സമാധാനം നൽകുവാനും ആത്മാവായി വന്ന മായയോട് പ്രഭേന്ദുവിന് തോന്നിയ മാനസികമായ അടുപ്പവും കാരണമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ മായയുടെ പഴയ കാമുകൻ പ്രഭേന്ദു ആയിരുന്നില്ല, മറിച്ച് അദ്ദേഹം ആ കാമുകൻ്റെ രൂപസാദൃശ്യമുള്ള മറ്റൊരാളായിരുന്നു എന്നുള്ളതാണ്. അദൃശ്യമായ ആ പ്രണയം ആത്മാവായ പ്രഭേന്ദുവിനോടൊപ്പം കഴിഞ്ഞ കുറേ കാലയളവിൽ മായ അദ്ദേഹത്തെ ആത്മാർത്ഥമായി പ്രണയിച്ചു. അതുകൊണ്ട് തന്നെ ആ നിമിഷത്തിൽ അദ്ദേഹം അവളുടെ യഥാർത്ഥ കാമുകനായി മാറുകയായിരുന്നു. ചുരുക്കത്തിൽ മായ ജീവിച്ചിരുന്നപ്പോൾ പ്രണയിച്ചിരുന്നത് ഒരു അജ്ഞാതനായിട്ടുള്ള സീനിയറായിരുന്ന കാമുകനായിരുന്നു. എന്നാൽ അവളുടെ മരണാന്തര ജീവിതത്തിൽ ആത്മാവായി വരുമ്പോൾ അവൾ പ്രഭേന്ദുവിനെ പ്രണയിക്കുകയും അദ്ദേഹം അത് അവളുടെ വീട്ടുകാർക്ക് മുൻപിൽ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. സിനിമയുടെ അവസാനം പ്രഭേന്ദുവിന് അനുഭവപ്പെടുന്ന ആ തണുത്ത കാറ്റ് മായയുടെ സാന്നിധ്യമായി അദ്ദേഹം തിരിച്ചറിയുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 2 വെർഷനുണ്ട്. അതോടൊപ്പം തന്നെ പ്രഭേന്ദുവാണോ യഥാർത്ഥ കാമുകൻ? ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യത്തിന് സിനിമയിൽ നൽകുന്ന ഉത്തരം അതെ എന്നും അല്ല എന്നും 2 തരത്തിലുള്ള ഉത്തരങ്ങൾ ഉണ്ട്.
സിനിമയിലെ വ്യക്തമായിട്ടുള്ള സൂചനകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പ്രഭേന്ദു അല്ല എന്ന് പറയുന്നു. സിനിമയുടെ തിരക്കഥ അനുസരിച്ചിട്ട് മായ ജീവിച്ചിരുന്നപ്പോൾ പ്രണയിച്ചിരുന്നത് പ്രഭേന്ദുവിനെ ആയിരുന്നില്ല. അപരിചിതൻ പ്രഭേന്ദു മായയെ ആദ്യമായി കാണുന്നത് തന്നെ അവൾ ഒരു പ്രേതമായി അദ്ദേഹത്തിൻ്റെ മുറിയിൽ എത്തുമ്പോഴാണ്. അതിനു മുമ്പ് ഇവർ തമ്മിൽ കണ്ടിട്ടേയില്ല. കാമുകനെക്കുറിച്ചുള്ള വിവരണം അനുസരിച്ചിട്ട് മായ തൻ്റെ കാമുകനെക്കുറിച്ച് അമ്മയോട് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞിരുന്നത് അയാൾക്ക് താടിയുണ്ട്, പ്രായം തന്നേക്കാൾ കൂടുതലാണ്, ഹിന്ദുവായ ഒരാളാണ് എന്നൊക്കെയാണ്. ഈ സാമ്യം പ്രഭേന്ദുവിന് ഉള്ളതുകൊണ്ടായിരിക്കാം അവളുടെ അമ്മയ്ക്കും അങ്ങനെ ഒരു സംശയം തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ പഴയ മായ മരിക്കാൻ പോകുന്ന വഴിയിൽ തൻ്റെ കാമുകന് മെസ്സേജ് അയച്ചിരുന്നു. പ്രഭേന്ദു ആ മെസ്സേജ് പരിശോധിച്ചപ്പോൾ അത് മറ്റൊരാൾക്കായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുമുണ്ട്. എന്തുകൊണ്ട് പ്രഭേന്ദു ആണ് എന്ന് നമ്മൾ പറയുന്നു, ചിലർ എങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിൽ മായയുടെ അമ്മയുടെ ചോദ്യത്തിന് പ്രഭേന്ദു അതെ എന്ന് തലയാട്ടി മറുപടി പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിശബ്ദമായിട്ടുള്ളൊരു മറുപടി നൽകുന്നുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. ഈ മായ ആത്മാവായിട്ട് പ്രഭേന്ദുവിനോടൊപ്പം കഴിഞ്ഞപ്പോൾ അവൾക്ക് അദ്ദേഹത്തോടു വലിയൊരു ഇഷ്ടം തോന്നിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഗീതത്തെയും ജീവിതത്തെയും അവൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ പ്രഭേന്ദു അവളുടെ പ്രിയപ്പെട്ടവനായി മാറുകയായിരുന്നു. ഒരുപക്ഷേ ഒരു ക്ലോസർ നൽകാൻ വേണ്ടിയായിരിക്കാം ചിലപ്പോൾ മായയുടെ ആത്മാവിന് മോശം കിട്ടണമെങ്കിൽ, അവളുടെ മാതാപിതാക്കൾക്ക് ഒരു സമാധാനം ലഭിക്കണമെങ്കിൽ പ്രഭേന്ദുവിൻ്റെ വല്യച്ഛൻ ജനാർദ്ദൻ എന്ന് പറയുന്ന കഥാപാത്രം പറയുന്നുണ്ട്, തൻ്റെ മകൻ സ്നേഹിച്ച ആൾ ആരാണെന്ന് അറിയാതെ വിഷമിക്കുന്ന അമ്മയ്ക്ക് മുൻപിൽ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പ്രഭേന്ദു സ്വയം ആ കാമുകൻ്റെ സ്ഥാനത്തേക്ക് നിൽക്കുകയായിരുന്നു. ചുരുക്കത്തിൽ മായ ജീവിച്ചിരുന്നപ്പോൾ പ്രഭേന്ദു അവളുടെ കാമുകനായിരുന്നില്ല. എന്നാൽ ആത്മാവായ മായയുടെ അവസാന നിമിഷങ്ങളിൽ അവൾ സ്നേഹിച്ചത് പ്രഭേന്ദുവിനെയാണ്. ആ സ്നേഹത്തെ മാനിച്ചും അവളുടെ കുടുംബത്തിന് സമാധാനം നൽകാനുമാണ് അദ്ദേഹം ആ സത്യം അല്ലെങ്കിൽ മനോഹരമായ ആ ഒരു കള്ളം പറഞ്ഞത് എന്ന് വേണം അനുമാനിക്കുവാൻ. ശരിക്കും മായയുടെ മരണം കൊലപാതകമാണോ അതോ ആക്സിഡൻ്റ് ആണോ? ഈ ചോദ്യം വളരെ വിശാലമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ 2 വെർഷനുണ്ട്. സിനിമയുടെ വിവരങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ക്ലൈമാക്സിലെത്തുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇതൊരു ആക്സിഡൻ്റ് ആണ്. ഇതിനെക്കുറിച്ച് സിനിമ നൽകുന്ന വ്യക്തമായ സൂചനകൾ നമ്മൾ നോക്കുമ്പോൾ അപകടം നടന്ന സാഹചര്യമുണ്ടല്ലോ. മായ ബാംഗ്ലൂരുവിൽ നിന്നും നാട്ടിലെത്തിയ ശേഷം താൻ പ്രണയിക്കുന്ന ആളെ കാണാൻ വേണ്ടി ടീ ഫാക്ടറിയിലേക്ക് പോവുകയായിരുന്നു. കാറിലിരിക്കുമ്പോൾ അയാൾ വരുന്നില്ല എന്ന മെസ്സേജ് അയച്ചതിനെ തുടർന്ന് മൊത്തത്തിൽ പരിഭ്രാന്തിയായിട്ടുള്ള മായ പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങുകയും പിന്നിൽ നിന്ന് വന്ന വണ്ടി അവളെ ഇടിച്ച് തെറിപ്പിക്കുകയുമായിരുന്നു മരണകാരണം. ശരിക്ക് അപകടത്തെ തുടർന്ന് മായ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എങ്കിലും അവൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുകയാണ് ഉണ്ടായത്. അതായത് അവൾ ഒരു കൊലപാതകത്തിന് ഇരയായതല്ല, മറിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു റോഡ് അപകടമായിരുന്നു എന്നാണ് ഒരു വെർഷൻ. എന്നാൽ അവസാന നിമിഷം ICUവിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി അവൾ കഴിയുന്ന സമയത്ത് അവളുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനായി വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ മായയുടെ അനിയൻ ചാക്കോ എന്ന് പറയുന്ന അദ്ദേഹം നൽകുന്ന അനിയൻ നൽകുന്ന അവളുടെ മരണത്തിന് പൂർണ്ണത നൽകുകയാണ്. ആ എന്ന വാക്കാണ് അവളുടെ അവസാനമായി അവളുടെ മെമ്മറിയിൽ ഉള്ളത്. ആ ഒരൊറ്റ മാത്രമാണ്. ചുരുക്കത്തിൽ കൊലപാതകമല്ല എന്ന് പറയാൻ ഇത് ഒരു കാരണമാണ്. എന്നാൽ കൊലപാതകമാണ് എന്ന് ഞാൻ പറയുന്നു. എന്നാൽ കൃത്യമായിട്ടുള്ള ചില ചിത്രങ്ങൾ കൂടി ഞാൻ ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രങ്ങളിൽ നമ്മുടെ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ചിത്രങ്ങൾ കാണുന്നത് പോലെ മായയുടെ അച്ഛൻ അതായത് വിനീത് അല്ലെങ്കിൽ മാത്യു എന്നാണ് പേര്. അപ്പോൾ വിനീത് മാത്യു അദ്ദേഹം ഒരു സൈഡിലാണ് വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ വാഹനം നമ്മുടെ ടീ തോട്ടത്തിൽ നടുവിലുള്ള റോഡിൻ്റെ വലതുവശം ചേർന്നിട്ടാണ് നിർത്തിയിരിക്കുന്നത്. എന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ടും വാഹനങ്ങൾ എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്? ഇടതുവശം ചേർത്തിട്ടാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പഠിക്കുന്നതാണ്. അപ്പോൾ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് വലതുവശത്താണ്.
അപ്പോൾ ഇടതുവശത്തേക്ക് റോഡിലേക്കാണ് കൃത്യമായി ഇറങ്ങുമ്പോൾ കൃത്യമായിട്ടും മറ്റൊരു വാഹനം ചീറിപ്പാഞ്ഞു വരുന്നത് വണ്ടിക്കകത്തിരിക്കുന്ന വിനീത് അല്ലെങ്കിൽ മാത്യു എന്ന് പറയുന്ന കഥാപാത്രം കൃത്യമായി കാണുവാൻ കഴിയും. അപ്പോൾ കൃത്യമായി കാണുന്നു വാഹനം ബാക്കിൽ നിന്നും വരുന്നു എന്നുള്ളത് കൃത്യമായി കാണാൻ കഴിയുന്ന ഒരാൾ കൃത്യമായും മകളെ കൊലപാതകത്തിന് കൊടുത്തതാണ്, മരണത്തിന് വിട്ടുകൊടുത്തതാണ്. ഒരു ദുരഭിമാന കൊലപാതകമാണ്. മകൾ പ്രേമിക്കുന്ന കാമുകൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു ഹിന്ദുവാണ്. ഇവർ ക്രിസ്ത്യൻ കുടുംബമാണ്. തന്നേക്കാൾ പ്രായമുള്ളവനാണ്. അതോടൊപ്പം തന്നെ ദാടിയുള്ളവനാണ്. എന്നിട്ടും അവസാനം ക്ലൈമാക്സിലെത്തുമ്പോൾ വിനീതിൻ്റെ പ്രസൻസ് ഇല്ലായ്മയും അതൊരു വലിയ ഘടകമായിട്ട് മാറുകയാണ്. സ്വന്തം മകളെ ദുരഭിമാന കൊലപാതകം നടത്തിയിട്ടുള്ള പിതാവാണ് ഇത്രയും കഴുപ്പ് കെട്ട ഒരു കൊലപാതകം നടത്തിയ, അല്ലെങ്കിൽ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം മകളെ കൊലയ്ക്ക് കൊടുത്ത ഒരു തന്തയായിരുന്നു മാത്യു അല്ലെങ്കിൽ വിനീത് ചെയ്ത കഥാപാത്രമെന്ന് കൃത്യമായിട്ട് അടിവരയിടാൻ സാധിക്കും. കൃത്യമായിട്ടും കേരളത്തിൽ ദുരഭിമാന കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതേപോലുള്ള ഒരു ദുരഭിമാന കൊലപാതകമാണ് സർവം മായയിൽ വിനീത് എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരിക്കുന്ന, മാത്യു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത്. സ്വന്തം മകളെ കൊലയ്ക്ക് കൊടുത്തിട്ട് ആർത്തു വിളിക്കുകയാണ്, മകളെ മകളെ മോളെ മോളെ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുകയാണ്. എന്നിട്ട് ആരെ ബോധ്യപ്പെടുത്താൻ? ആ മകളെയും ഭാര്യയെയും അതോടൊപ്പം തന്നെ മകനെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉറക്കെ വിളിക്കുകയാണ്. കൃത്യമായിട്ടും തന്തയ്ക്ക് കൃത്യമായിട്ടും ഗ്ലാസ്സിൽ കൂടെ കാണാൻ പറ്റും ബാക്കിൽ കൂടെ വരുന്ന വാഹനം ഏതാണ് എന്നുള്ളതും കൃത്യമായിട്ട് എത്ര സ്പീഡിലാണ് ആ വാഹനം വരുന്നത് എന്ന് കൃത്യമായിട്ട് കാണാൻ കഴിയുന്ന ഒരു തന്തയ്ക്ക്, അല്ലെങ്കിൽ മകൾ ഡോർ തുറക്കാൻ പോകുമ്പോൾ കൃത്യമായിട്ടും തന്തയ്ക്ക് പറയാമായിരുന്നു, മോളെ തുറക്കല്ലേ, ഇതാ വാഹനം വരുന്നു, ബാക്കിൽ നിന്ന് വാഹനം വരുന്നു, നീ ഇറങ്ങല്ലേ, അല്ലെങ്കിൽ കൈയെങ്കിലും പിടിക്കാമായിരുന്നു. അവൾ ടെൻഷനിൽ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് മകളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചിടാമായിരുന്നു. എന്നിട്ട് പോലും അതൊന്നും ചെയ്യാതെ സ്വന്തം മകളെ ദുരഭിമാന കൊലപാതകത്തിന് മറ്റൊരു ജാതിയിലുള്ള ഒരുത്തനെ സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ കൊലപാതകം ചെയ്ത തന്തയാണ് മാത്യു എന്ന് പറയുന്ന വിനീത് ചെയ്ത കഥാപാത്രം. ദുരഭിമാന കൊലപാതകമാണ്. അതാണ് സർവം മായയുടെ കഥ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്